കർത്താവ് നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 11, 1 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശു ഒരിടത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരിൽ ഒരുവൻ വന്ന് പറഞ്ഞു, കർത്താവേ, യോഹന്നാൻ തൻ്റെ ശിഷ്യരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. അവൻ അരുൾ ചെയ്തു, നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുവിൻ: പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അന്നന്ന് വേണ്ട ആഹാരം ഓരോ ദിവസവും ഞങ്ങൾക്ക് നൽകണമേ, ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, എന്തെന്നാൽ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങളും ക്ഷമിക്കുന്നു, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, രണ്ട് വായനകളും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, നമ്മൾ മാനുഷികമായ നമ്മുടെ പ്രവണതകളെ, സ്വഭാവ രീതികളെ മറികടന്ന് ദൈവ സ്വഭാവം നമ്മൾ സ്വീകരിക്കണം. അപ്പോഴാണല്ലോ യഥാർത്ഥ ക്രിസ്ത്യാനികളായിട്ട് നമുക്ക് മാറാൻ പറ്റുക. മനുഷ്യരായി നമുക്ക് നമ്മുടേതായ ചില കാഴ്ചപ്പാടുകൾ യോനാ പ്രവാചകൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ അത് കാണാൻ പറ്റും. യോന ദൈവഹിതം നിറവേറ്റാൻ മറുതലിച്ചവനാണ്. അവസാനം അവനെ നിനവയിലെത്തിച്ചു. അവനവിടെ പ്രസംഗമൊക്കെ കഴിഞ്ഞ് ഈ പ്രസംഗത്തിൻ്റെ ഉള്ളടക്കം നിറവേറുന്നത് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഒരു ചെറിയ കുടിലൊക്കെ കെട്ടി അവിടെ കർത്താവ് ഒരു ചെടിയൊക്കെ മുളപ്പിച്ച് അവന് തണലൊക്കെ കൊടുത്ത് അതിൻ്റെ ആ ഒരു സന്തോഷത്തിൽ അവനിങ്ങനെ കാത്തിരിക്കുകയാണ്. ദൈവം പറഞ്ഞ പോലെ ഈ ദേശം മുഴുവൻ നശിക്കുന്നത് കാണാൻ വേണ്ടി. പക്ഷേ അവരുടെ പ്രാർത്ഥന കണ്ടിട്ട് ദൈവം മനസ്സ് മാറ്റി. 1-2 വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിച്ച് ജീവിക്കുന്നത് വളരെ നല്ലതാണ്. പ്രഭാഷകൻ 17:24 വായിച്ചാൽ, പശ്ചാത്തപിക്കുന്ന പാപിക്ക് തിരിച്ചു വരാൻ അവിടുന്ന് അവസരം നൽകും. പശ്ചാത്തപിക്കുന്നവർക്ക്, നമുക്ക് ആരാണെന്ന് പറഞ്ഞാലും എത്ര വലിയ പാപികളാണെന്ന് പറഞ്ഞാലും തിരിച്ചു വരാനുള്ള അവസരമുണ്ട്, രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കർത്താവ് ഈ വചനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുക. ഇതൊരാളല്ല, ഒരു കുടുംബമല്ല, ഒരു ദേശം മുഴുവൻ, നിനേവെ ദേശം മുഴുവൻ, ആ ദേശവാസികളെ രക്ഷപ്പെടുന്നത് കാണാൻ പറ്റും. കാരണം അവർ പശ്ചാത്തപിച്ചു, പരിഹാര പ്രവൃത്തികൾ ചെയ്യാൻ തയ്യാറായി, ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് അവർ ദൈവത്തോട് വിളിച്ചപേക്ഷിച്ചു. രാജാവും ജനവുമെല്ലാം അവർക്ക് സമാധാനം ഉണ്ടായി. പക്ഷെ ഒരാളുടെ സമാധാനം കെട്ടു. അതാണ് യോനാ പ്രവാചകൻ. അവൻ്റെ സമാധാനം കെട്ടു. കാരണം അവൻ പ്രതീക്ഷിച്ചത് നടന്നില്ല. ദൈവം മനസ്സ് മാറ്റി ആ ജനത്തോട് കരുണ കാണിച്ചപ്പോൾ അവനത് എടുക്കാൻ പറ്റിയില്ല. പ്രഭാഷകൻ 8:5 ഒരിക്കലും നമ്മൾ മറക്കരുത്. പ്രഭാഷകൻ 8:5 പറഞ്ഞിരിക്കുന്നത്, പശ്ചാത്തപിക്കുന്ന പാപിയെ ഒരിക്കലും നീ പരിഹസിക്കരുത്. എന്തുപാടാ, ഇന്നലകളിൽ നടന്ന കാര്യങ്ങളൊക്കെ അങ്ങ് മറന്നിട്ട് ഇന്നങ്ങനെയൊന്നും അല്ലല്ലോ ഇവർ ജീവിക്കുന്നത് എന്നൊന്ന് പറയാൻ നമുക്കെപ്പോഴും പഴയതിനെക്കുറിച്ച് റെഫർ ചെയ്യാനുള്ള പ്രവണതയാണ്. ഇപ്പം ഇവരിങ്ങനെ പ്രാർത്ഥനക്കാരായിട്ട് നടക്കുന്നുണ്ടെങ്കിലും ഇവരെങ്ങനെയൊക്കെ ജീവിച്ചതാണെന്ന് നമുക്കറിയാൻ മേലെ. ഇത് ജീവിത പങ്കാളിയോട് പോലും പറയും. ഇതാണ് നമ്മുടെ പ്രവണത, മാനുഷികമായ നമ്മുടെ പ്രവണത. അതിനെയൊക്കെ മറികടന്നിട്ട് ദൈവ സ്വഭാവം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദൈവത്തിൻ്റെ സ്വഭാവം എന്തായിരുന്നു? ഒരാൾ അനുതപിച്ചു കഴിഞ്ഞാൽ കർത്താവിൻ്റെ അടുത്തേക്ക് വന്ന അനുതാപികളോടെല്ലാം കർത്താവ് പറഞ്ഞ എന്താ? മേലിൽ പാപം ചെയ്യരുത്. പഴയതൊന്നും ഞാൻ ഓർത്തിരിക്കത്തില്ല. യെശയ്യാ 43:25 വായിച്ചാൽ, നിൻ്റെ ഇന്നലകളിലെ പാപങ്ങൾ ഇനി ഒരിക്കലും ഞാൻ ഓർത്തിരിക്കില്ല. അത്രമാത്രം ദൈവം നമ്മോട് കരുണ കാണിക്കുന്ന, ദൈവത്തിൻ്റെ സ്നേഹം അത്രമാത്രം ഉയർന്നു നിൽക്കുന്നു എന്നുള്ള ആ ഒരു ബോധ്യം ഒരിക്കലും നമ്മൾ ഉപേക്ഷിക്കരുത്. ഇനി ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക്, സ്വഭാവത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സമൂഹത്തിലൊക്കെ നമുക്കൊരു അനുഗ്രഹമായി മാറാൻ പറ്റും. അങ്ങനെയുള്ളവർ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന യഥാർത്ഥ പ്രാർത്ഥനയായിട്ട് മാറും. ഇന്നത്തെ സുവിശേഷ ഭാഗം
നമുക്കറിയാം, ഒരുപാട് പ്രാർത്ഥനകൾ അറിയാമായിരുന്ന ശിഷ്യന്മാരാണ് കർത്താവിനോട് പറഞ്ഞത്, ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. എന്തായിരുന്നു കാരണം? ഇവിടെയൊക്കെ മക്കൾ എത്ര പ്രാവശ്യം നമ്മുടെ അടുത്ത് വന്നിട്ട് പണം ചോദിച്ചതിനേക്കാൾ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം, അല്ലെങ്കിൽ ഡാഡി മമ്മി ജീവിക്കുന്ന പോലെ നന്നായിട്ട് ജീവിക്കാൻ പഠിപ്പിക്കണം, എത്ര മക്കൾ വന്ന് ചോദിച്ചിട്ടുണ്ട്. ഒരു അപ്പം പറഞ്ഞാണ്, എൻ്റെ മകൻ എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്, എനിക്കറിയാം, കാശ് ചോദിക്കാൻ വേണ്ടിയാണ്. ഇവിടെ നമ്മൾ കാണുകയാണ്, കർത്താവ് ഇരുന്ന് പ്രാർത്ഥിച്ചത് കൊണ്ടാണ്. അത് കണ്ടിട്ട് ശിഷ്യന്മാർ പറയാണ്, ഈ പ്രാർത്ഥന ഇത് വളരെ സ്പെഷ്യൽ പ്രാർത്ഥനയാണ്. ഈ മനോഭാവത്തിൽ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റണം. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനത്തെ മനോഭാവത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് പ്രാർത്ഥനകളൊക്കെ അറിയാം, പ്രാർത്ഥനകൾ ചൊല്ലുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ പറഞ്ഞത്, കർത്താവേ, നീ ഇപ്പം പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. മാതാപിതാക്കളെ, നമുക്ക് ആധികാരിക നൽകുന്നത് പ്രാർത്ഥനാ ജീവിതമാണ്. ആധികാരിക നൽകുന്നത് നമ്മൾ പറയുന്നത് പ്രവർത്തിക്കുകയും കൂടെ ചെയ്യുമ്പോഴാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം യേശുവിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൻ പ്രസംഗിച്ചപ്പോൾ ജനം പറഞ്ഞ ഒരു കമൻ്റുണ്ട്, നിയമജ്ഞരും പരിസേരും പോലെ അല്ല, അവൻ പറയുന്നത് അധികാരത്തോടെയാണ്. എവിടുന്ന് കിട്ടിയ അധികാരം? അവൻ ജീവിച്ച കാര്യങ്ങളാണ് പറഞ്ഞത്. സിൻസിയറിറ്റി, ആത്മാർത്ഥത, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യേശുവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു അപേക്ഷ സ്വീകരിച്ചുകൊണ്ട് കർത്താവ് ചെയ്തൊരു കാര്യമാണ് ഒരു പ്രാർത്ഥന, വളരെ സിമ്പിളായിട്ടുള്ള പ്രാർത്ഥന. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞത്, ഞാൻ അങ്ങേയറ്റം പ്രണയിക്കുന്നൊരു പ്രാർത്ഥനയാണ് കർത്തൃ പ്രാർത്ഥന. പ്രാർത്ഥനയ്ക്ക് ജീവിതത്തെ രൂപപ്പെടുത്താൻ പറ്റും, പക്ഷേ കർത്തൃപ്രാർത്ഥനയുടെ പ്രത്യേകത ആ ജീവിതത്തെ സമൂലം മാറ്റിമറിക്കും. സിമ്പിൾ പ്രെയർ യെറ്റ് വെരി പ്രൊഫൗണ്ട്. അതാണ് ഈ പ്രാർത്ഥനയെക്കുറിച്ച് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞത്. വളരെ ലളിതമായ പ്രാർത്ഥന, പക്ഷെ വളരെ വളരെ ആഴമുള്ള പ്രാർത്ഥന. ഇനി അതിലേക്ക് നോക്കി വിശുദ്ധ തോമസ് അക്വിനാസ് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇത് ഇത്രയും വിശിഷ്ടമാകാൻ ഈ പ്രാർത്ഥന ഒരു ക്രിസ്ത്യാനി ചൊല്ലേണ്ടതുപോലെ ചൊല്ലിയാൽ മതി, അവരുടെ ജീവിതം മാറും. എൻ്റെ കാരണം പറഞ്ഞത്, ഒരു നല്ല പ്രാർത്ഥനയ്ക്കുണ്ടായിരിക്കേണ്ട എല്ലാ ഗുണങ്ങളും ഈ പ്രാർത്ഥനയിലുണ്ട്. ഇൻഗ്രീഡിയൻസ് നമുക്കറിയാമല്ലോ, മുളക് പൊട്ടിക്കുന്നതാണേലും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് കറക്റ്റായിട്ട് വരികയാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒരു ടേസ്റ്റ് ഉണ്ടാകും. അങ്ങനെ ഏത് കാര്യമാണേലും അതിൻ്റെ ചേരുവ കറക്റ്റാകണം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണേലും നമ്മുടെ ഈ പ്രാർത്ഥനയ്ക്ക് ഈ കാര്യങ്ങൾ, ഈ ഗുണമേന്മ ഉണ്ടാകണം എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കാം. വിശുദ്ധരൊക്കെ ഒരുപാട് പറഞ്ഞിരിക്കുന്നൊരു കാര്യം ഇവിടെ നമ്മൾ കാണുന്നത്, വാത്സല്യനിധിയായ ഒരപ്പനിൽ ശരണം വെച്ചുകൊണ്ട് മകൻ സംസാരിക്കുന്നത് പോലത്തെ ഒരു പ്രാർത്ഥനയാണ് കർത്തൃപ്രാർത്ഥന. നമ്മൾ ഈ ഒരു മനോഭാവത്തോടെയാണോ നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത്? നമുക്കിത് ചൊല്ലിവിടാൻ പറ്റും. വേറെ പലതും ചിന്തിച്ചുകൊണ്ടും പല കാര്യങ്ങളിൽ വ്യാപരിച്ചുകൊണ്ടും സ്വർഗസ്നായ പിതാവേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലിവിടാൻ പറ്റും. അതല്ല നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നതും രൂപാന്തരപ്പെടുത്തുന്നതും. ഇത് ധ്യാനാത്മകമായിട്ട് ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കി നമ്മൾ ചൊല്ലുമ്പോഴാണ്. ഈ പ്രാർത്ഥന ചൊല്ലണമെങ്കിൽ എളിമ അനിവാര്യമാണ്. അതില്ലാത്തവർക്ക് ഈ പ്രാർത്ഥന അർത്ഥവത്തായിട്ട് അത് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. എളിമയുള്ള ഒരു വ്യക്തിയുടെ ദൈവത്തോടുള്ള സമീപനമാണ് ഈ പ്രാർത്ഥനയിൽ നമ്മൾ കാണുക. അതുപോലെ തന്നെ നമുക്ക് ഈ നന്ദി നിറഞ്ഞ ഹൃദയം. ഈ പ്രാർത്ഥനയുടെ തുടക്കം മുഴുവൻ എന്താ? ദൈവം, ദൈവരാജ്യം, ദൈവം ചെയ്ത കാര്യങ്ങൾക്ക് നന്ദി പറയുക. 50 പ്രാവശ്യം നിങ്ങളൊരാൾക്ക് സഹായം കൊടുത്തിട്ട് 51ാമത്തെ പ്രാവശ്യം ചോദിച്ച പോലെ കൊടുക്കാൻ പറ്റിയില്ല, അതിൻ്റെ പേരിൽ അവർ നമ്മളെ ദുഷിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് വിഷമമുണ്ടാകാതിരിക്കുമോ? എന്തുമാത്രം സഹായം നമ്മൾ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച് അത് നന്ദിയോടെ ഓർക്കുന്നതിന് പകരം ഒരു പ്രാവശ്യം എന്തെങ്കിലും ഒരു അപ്രിയമായ കാര്യം ഉണ്ടായപ്പോഴേ ദൈവത്തെ ദുഷിച്ച് സംസാരിക്കുന്നത് അത് ദൈവമക്കൾക്ക് യോജിച്ചതല്ല എന്ന് മനസ്സിലാക്കാൻ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടതില്ല. നന്ദി നിറഞ്ഞ ഹൃദയം, അതാണ് എപ്പോഴും നമുക്കുണ്ടാകേണ്ടത്. സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയുടെ ആദ്യ ഭാഗം മുഴുവൻ അതാണ്. ദൈവം, ദൈവരാജ്യം, ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രാർത്ഥന. അത് കഴിഞ്ഞിട്ടാണ് അന്നന്ന് വേണ്ടുന്ന ആഹാരത്തിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ പറയപ്പെട്ടിരിക്കുന്നത്. ഈ ഓർഡർ പാലിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ആ പ്രാർത്ഥന കൂടുതൽ
ഫലസംദായകമാകും. അതിനുവേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ഇന്നത്തെ ബലിയിൽ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.